UDF സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നു. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി മധുസൂദന മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്തെത്തും. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ വിട്ടുവീഴ്ചയ്ക്കില്ല നിലപാടിൽ നിന്ന് ജോസഫ് വിഭാഗത്തെ എങ്ങനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കങ്ങളൊപ്പം മധുസൂദന മിസ്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നത്? കീർത്തന, UDFിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ കീറാമുട്ടിയായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫാണ്. ജോസഫ് കഴിഞ്ഞ തവണ 10 സീറ്റുകളിൽ മത്സരിച്ചു. ഇത്തവണ 6 സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോതമംഗലവും കുട്ടനാടും ഏറ്റുമാനൂരും ഇടുക്കിയും കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ PJ ജോസഫും മോൻസ് ജോസഫും ഉറച്ചു നിന്നു. കോൺഗ്രസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഈ സീറ്റുകളിലൊന്നും മത്സരിക്കാൻ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവില്ല എന്നതാണ്. ഇന്നത്തെ ചർച്ചയിൽ ഏതാണ്ടൊരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2 സീറ്റ് വരെ വിട്ടുകൊടുക്കാം, ഏറ്റുമാനൂരും ഇടുക്കിയും വിട്ടുകൊടുക്കാം എന്ന നിലപാടിലാണ് ജോസഫ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ഇന്നലെയും നടന്നു. ഏതാണ്ട് അതിലൊരു ധാരണയായതായാണ് മനസ്സിലാക്കുന്നത്. 4 സീറ്റുകളിൽ വെച്ചുമാറ്റമുണ്ടാകും. കഴിഞ്ഞ തവണ മത്സരിച്ച 25 സീറ്റിൽ തന്നെ ആയിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. താനൂരിന് പകരം തവനൂരും പൊന്നാനിക്ക് പകരം തിരുവമ്പാടിയും ഒപ്പം കോങ്ങാടിന് പകരം ബാലുശ്ശേരിയും പുനലൂരിന് പകരം ചടയമംഗലവും എന്ന തരത്തിലാണ് നീക്കങ്ങൾ. അതിനകത്ത് വരുന്നൊരു പ്രശ്നം, കോൺഗ്രസ് 4 സീറ്റിൽ മാത്രമാണ് മലപ്പുറത്ത് മത്സരിക്കുന്നത്. ഇപ്പോൾ പൊന്നാനിയും തിരുവമ്പാടിയും തമ്മിൽ മാറിയാൽ കോൺഗ്രസ് മലപ്പുറത്ത് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 16-ൽ വെറും 3 മാത്രമേ ആകും. കോഴിക്കോട് ജില്ലയിൽ 5 സീറ്റിലായിരുന്നു മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നത്. ബാലുശ്ശേരി കൂടി ഏറ്റെടുക്കുമ്പോൾ 6 സീറ്റ് എന്ന തരത്തിൽ ഉയരുകയും ചെയ്യും. ഇതിനിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി മധുസൂദന മിസ്ത്രി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. 2 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും. ശരി, റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.